ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് കൊച്ചി പാലാരിവട്ടം ഡെക്കഡ് സ്മാർട്ടിൽ ഒന്ന് പോയി വന്നാലോ. വന്ന് കയറിയപ്പോ തന്നെ എന്റെ കിളി പോയി. അവിടെ എല്ലാതും ഓരോരോ സെക്ഷനാണ്. അവിടുത്തെ എല്ലാം കണ്ട് കിളി പോയി നിൽക്കണം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൂട്ടം സ്ക്രഞ്ചീസിന്റെ ക്ലിപ്പുകളുടെ കളക്ഷൻ ഞാൻ കണ്ടു. അവിടുത്തെ ഓരോരോ ബോക്സിലും സ്ക്രഞ്ചീസിന്റെ ആയാലും ക്ലിപ്പുകളുടെ ആയാലും ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷനാണ് അതിൻ്റെ ഉള്ളത്. ഓരോ സെക്ഷനിൽ നമ്മൾ പുറത്തൊന്നും കാണാത്ത പിൻട്രസ്റ്റ് ടൈപ്പ് ക്ലിപ്പുകളും സ്ക്രഞ്ചീസൊക്കെയാണ് ഉള്ളത്. ഈ ഭാഗത്ത് മൊത്തം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ക്യൂ ഇതുകൊണ്ടൊരു ജേണി ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നീ കാണിക്കണം. ഇത്രയും വലിയ കവറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെയാ മേടിച്ചതും കൂടി കാണാം. ഫസ്റ്റ് തന്നെ ഒരു വാഷി ടാപ്പിന്റെ ഒരു സെറ്റാണ്. ഇതിനകത്തെന്തോ 8 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു അടിപൊളി വാഷി ടാപ്പിന്റെ സെറ്റാണ്. ഞാൻ പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് വാഷി ടാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇതിന്റെ കളക്ഷൻ എനിക്കൊന്നും പറയില്ല, അത്രയ്ക്ക് അധികം ഉണ്ട്. അടുത്തത് അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്റ്റിക്കർ ടാപ്പാണ്. റോളായിട്ട് വരുന്ന സ്റ്റിക്കർ ടാപ്പാണ്. ഇത് സെയിം സ്റ്റിക്കേഴ്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് 4 ടൈംസ് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് യൂസ് ചെയ്ത് ഒരെണ്ണം കഴിഞ്ഞാലും വീണ്ടും സെയിം തന്നെ ഉണ്ട്. അങ്ങനെ 4 ടൈംസ് അങ്ങനെ കിട്ടും. നെക്സ്റ്റ് എനിക്കുള്ള 2 ക്യൂട്ടായിട്ടുള്ള 2 ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആ ക്ലിപ്പിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട്. അവിടെ ഞാൻ എടുത്ത 2 ക്ലിപ്പുകൾ
അടുത്ത വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ്. സ്റ്റിക്കറിൻ്റെ എനിക്കൊരു പ്രാന്താണ് സത്യം പറഞ്ഞാൽ. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രാന്താവും. കാരണം വേറെ ഒന്നുമില്ല, ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഇത്രയും സ്റ്റിക്കേഴ്സ് എന്നൊക്കെ. പക്ഷെ അതിനപ്പുറം കടന്നു പോയി. കാരണം അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് സ്റ്റിക്കേഴ്സും അവിടെ ഉണ്ട്. അടുത്ത വന്നിട്ട് ജാളൊക്കെ ചെന്നർക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട സംഭവമാണ് സ്പെല്ലിങ് സ്റ്റിക്കേഴ്സ്. ഞാൻ ഇതാണ് എടുത്തത്, ഇതിൻ്റെ വേറെ ഉണ്ടായിരുന്നു. അടുത്ത വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഉള്ള കവായി സ്റ്റിക്കറാണെങ്കിൽ ഇങ്ങനത്തെ കവായി സ്റ്റിക്കറാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ വാങ്ങിയിട്ടുള്ളത് 8 ഷീറ്റാണ്. 8 ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സാണ് 8 ഷീറ്റിലുള്ളത്. ഇത്രയും നേരം ഞാൻ തല തിരിച്ച് പിടിച്ചിരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് വരുന്ന സ്റ്റിക്കേഴ്സ് ഇതൊക്കെയാണ്. നമുക്ക് ഡെയിലി ആയിട്ട് വല്ല പ്ലാനർ സെറ്റ് ചെയ്യുമ്പോഴായാലും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അടുത്തത് എനിക്ക് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഡോട്ടഡ് ജേണൽ. എനിക്ക് തോന്നുന്നു സ്പ്രെഡൊക്കെ ചെയ്യുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പേജസ് ആയിരിക്കും കുറച്ച് നല്ലത്. ലൈനാകുമ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് മേക്കപ്പ് പൗച്ച് ഓർ സ്കിൻ കെയർ പൗച്ച് എന്നൊക്കെ പറയാം. ഇത് വാങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കൂടി ഒരു വേഗം അങ്ങനെ തന്നെ കൊട്ടിയിട്ട് ഞാൻ പോവാറ്. ഇതാകുമ്പോൾ കുറച്ച് ക്യൂട്ടാണ്, കുറച്ച് യൂസ്ഫുള്ളും ആയിരിക്കും. ലാസ്റ്റത്തെ സംഭവം എന്താന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ പെങ്കിനാണ്. പെങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ടായിരുന്നു, കളേഴ്സും ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഗ്രീനാണ്. ഇത് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ കണ്ടതിൽ വെച്ച് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് അത്രയ്ക്ക് വലുതും അല്ല ചെറുതും അല്ല. അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ കാണിച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് കൂടെ കിട്ടിയ സംഭവമാണ് ബില്ല്. ഇത് എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.